ബാർ സമയം നീട്ടലിൽ സഭകൾ പിണങ്ങിയെങ്കിൽ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സഭകളെ ചേർത്തുപിടിക്കാൻ ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ യു-ടേൺ. NSSന് അനുകൂലമായ വിധി എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കിക്കൊണ്ട് ഉടൻ ഉത്തരവിറക്കും. നിയമോപദേശം അനുസരിച്ചാണ് തീരുമാനം എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. എന്നാൽ NSS നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭിന്നശേഷി തസ്തികകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അപ്രൂവൽ നൽകുവാൻ ഉത്തരവിട്ടു. ഈ വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുവാൻ സർക്കാർ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുകയാണ്. ഇതിന്റെ ആനുകൂല്യം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ 20,000-ഓളം അധ്യാപകർക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം സർക്കാർ തീരുമാനം വൈകി എന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ പ്രതികരണം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വിഷമിക്കുന്ന മനുഷ്യന് തെരഞ്ഞെടുപ്പാണോ അല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അവൻ്റെ ഒരു വലിയ ദീർഘനാളായിട്ടുള്ള ഒരു പ്രശ്നത്തിന് സർക്കാർ പരിഹാരം കണ്ടു. അതിൽ നന്ദിയുണ്ട്. പക്ഷേ ഇത് ഇത്രയും വൈകിപ്പിക്കേണ്ടതായിരുന്നില്ല എന്നൊരു നിരീക്ഷണമുണ്ട് തീർച്ചയായിട്ടും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഉമേഷ്, ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സഭാ നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയൊക്കെയുമായി ബന്ധപ്പെട്ട് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ തീരുമാനം വരുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്നാണല്ലോ മന്ത്രി വിശദീകരിക്കുന്നത്. ഉമേഷ്, തീർച്ചയായും എന്തായാലും ഈ 1.5 വർഷത്തോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വിവിധ സഭാ നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിലും ഒപ്പം സിംഗിൾ മാനേജ്മെന്റുകൾ അടക്കമുള്ളവർ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ച നിലപാട് NSSന് അനുകൂലമായി ലഭിച്ച സുപ്രീം കോടതി ഉത്തരവ് അത് NSSന് മാത്രമാണ്, അത് മറ്റു മാനേജ്മെന്റുകൾക്ക് ബാധകമാക്കാൻ കഴിയില്ല. ഓരോ മാനേജ്മെന്റുകൾക്കും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി വാങ്ങിച്ചോളൂ എന്നുള്ള മറുപടിയായിരുന്നു നൽകിയത്. അങ്ങനെയാണ് തങ്ങൾക്ക് ലഭിച്ച നിയമോപദേശമെന്ന് മന്ത്രി ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതേ നിയമോപദേശം നൽകിയ അതേ ഏജ് തന്നെയാണ് ഇപ്പോൾ നിയമോപദേശം വീണ്ടും മാറ്റി നൽകിയിരിക്കുന്നത്. ആ നിയമോപദേശ പ്രകാരം ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് 4% സീറ്റുകൾ മാറ്റിവെച്ചാൽ, അധ്യാപക വേക്കൻസികൾ മാറ്റിവെച്ചാൽ മറ്റ് വേക്കൻസികൾക്ക് നിയമന അംഗീകാരം നൽകാം എന്നുള്ള ഉത്തരവ് അത് മറ്റ് മാനേജ്മെന്റുകൾക്കും ഇപ്പോൾ ബാധകമാക്കിയിരിക്കുന്നു. ഇതോടുകൂടി സംസ്ഥാനത്തെ വിവിധ മാനേജ്മെന്റുകളിലായി ഏകദേശം 20,000-ലധികം അധ്യാപകരുടെ ജോലി സ്ഥിരത എന്നുള്ള അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഇത് അംഗീകരിച്ചതോടുകൂടി തന്നെ ഒരു പരിധിവരെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു പ്രതിഷേധം ഒഴിവാക്കാൻ കഴിയും. അതേസമയം മറ്റു 2 സുപ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന് കേറ്ററ്റുമായി ബന്ധപ്പെട്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.